ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിതാ ഇന്ന് അടിപൊളി ബീഫ് സ്റ്റേക്കും മാഷ് പൊട്ടറ്റോയും. ഇന്ന് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വാലന്റൈൻസ് ഡേക്കാണ്. അപ്പോൾ വാലന്റൈൻസ് ഡേക്ക് നമ്മളിന്ന് പുറത്തൊന്നും പോകുന്നില്ല, നമ്മൾ ഫാമിലി ആയിട്ട് ഇവിടെ തന്നെ അടിച്ചു പൊളിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടിപൊളി ബീഫ് സ്റ്റേക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കുക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഹോം മെയ്ഡ് മാഷ് പൊട്ടറ്റോ. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ മാഷ് പൊട്ടറ്റോയ്ക്ക് വേണ്ടിയിട്ട് ഇതാ 3 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 2 പൊട്ടറ്റോ കട്ട് ചെയ്തത്, മൂന്നാമത്തെ ലാസ്റ്റ് പൊട്ടറ്റോ കൂടി കട്ട് ചെയ്തതാണ്. ഇനി ഇത് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കണേ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഉപ്പ് ഞാനിപ്പോൾ ഇടുന്നില്ല, നമുക്ക് ഉപ്പ് ലാസ്റ്റ് നോക്കിയിട്ട് ഇടാം കേട്ടോ. നമ്മുടെ പൊട്ടറ്റോ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അധികം കണ്ട നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വെള്ളം നമുക്കൊന്ന് ഊറ്റിക്കളഞ്ഞിട്ട് ഇതിനെ നമുക്ക് അടിപൊളിയാക്കി എടുക്കാം. ഇനി ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊട്ടറ്റോ മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് ഇതിനൊരു ഹോളുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെയാണ് ഞാൻ ഇവിടെ ചെയ്യാറ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊട്ടറ്റോ മാഷർ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മാഷ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇതിനെ കംപ്ലീറ്റ് അങ്ങോട്ട് ഉടച്ച് നന്നായി സെറ്റാക്കി എടുക്കാം. കണ്ടോ നിങ്ങൾ, ഇതിൻ്റെ ഹോളിൽ കൂടെ കയറി വരുന്നുണ്ട്. നല്ല സ്റ്റൈലായിട്ട് ഇതാ നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് കണ്ടോ. അതെ നല്ല സൂപ്പറായിട്ട്. അപ്പോൾ അതേ നമ്മുടെ പൊട്ടറ്റോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഇനിയും കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാലിലാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കണേ. ഈ പാലിൽ ഇതിനകത്ത് നമുക്ക് കുക്ക് ചെയ്ത് നന്നായിട്ട് പാൽ വറ്റി വന്നു കഴിയുമ്പോൾ ബട്ടർ ഇട്ട് നമ്മുടെ ഉപ്പും ബാക്കി കുറച്ച് പെപ്പറും ഇട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. അത് നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്റ്റേജിൽ നമുക്കപ്പോൾ ഒരു ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ബട്ടർ അതിനകത്ത് ഇരുന്ന് മെൽറ്റായി വരട്ടെ. ഇനി ഇതിനകത്ത് കുക്ക് ആവണ്ട. ഈ സ്റ്റേജിൽ നമ്മൾ ഉപ്പിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നമുക്ക് ഈ സ്റ്റേജിൽ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ബട്ടറും ഉപ്പും നമ്മൾ ഇപ്പോഴാണ് ചേർത്തത്. അപ്പോൾ ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലൈറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചെറിയൊരു ഉപ്പ് നോക്കാം. ഉപ്പുണ്ട്, ഒരു പൊട്ടിക്കും കൂടി ഉപ്പാവാം. ഞാൻ ഈ സ്റ്റേജിൽ ഇനി ഇതിൽ കുറച്ച് ഡ്രൈഡ് പാഴ്സ്ലിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ പാഴ്സ്ലി നമുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാഴ്സ്ലി നല്ലൊരു ഫ്ലേവറും തരും, അതുപോലെ കാണാനും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മുടെ പാഴ്സ്ലിയും ചേർത്ത് നമ്മുടെ മാഷ്ഡ് പൊട്ടറ്റോ നല്ല ഫിനിഷ് ചെയ്തിട്ടുണ്ട് കണ്ടോ. കാണുമ്പോൾ തന്നെ അതിനകത്ത് ആ പാഴ്സ്ലി കിടക്കുന്ന കാണാനൊരു ഭംഗിയില്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിതാ സ്റ്റേക്ക് ഉണ്ടാക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട്, ഗ്രിൽ പാൻ. നമ്മൾ പുതിയൊരു പാൻ മേടിച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ സ്റ്റേക്ക് വരും എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരല്പം ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിലില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനെങ്കിലും ഒരു അല്പം ഓയിൽ. ഈ സ്റ്റേക്കിൽ നിന്ന് ഫാറ്റ് ഇറങ്ങും, അപ്പോൾ നല്ല ഓയിൽ കണ്ടൻറ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്റ്റേക്ക് നോക്കി, നല്ല അടിപൊളിയല്ലേ നോക്കി. നല്ല ഏജ്ഡ് ആയിട്ടുള്ള റിബ് ഐ സ്റ്റേക്ക്. ഞാൻ പറഞ്ഞല്ലോ, റിബ് ഐ സ്റ്റേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിച്ചതാണ്. എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. നല്ല ഫാറ്റൊക്കെ ഉണ്ട് കേട്ടോ. തേട്ടിയിലൊക്കെ നല്ല ഫാറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവനൊന്ന് സെറ്റാക്കി കൊടുക്കാം. ഇത് നമ്മുടെ അടുത്ത പീസും നല്ല സൂപ്പർ മണാട്ടോ, അടിപൊളി. നമ്മൾ വൺ സൈഡ് 3 മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് മറിച്ചിടും, ഫ്ലിപ്പ് ചെയ്തിട്ട് 3 മിനിറ്റ്, പിന്നെ ടോട്ടൽ 6 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. അതാണ് നമ്മുടെ ഇന്നത്തെ പ്രിപ്പറേഷൻ. ദെൻ അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് വരുന്ന ആ ഒരു ഫാറ്റ് ഉണ്ടാവില്ല, ആ ഫാറ്റിനകത്ത് നമ്മളൊരു സോസ് ഉണ്ടാക്കിയെടുക്കും, നമുക്കൊരു ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മളിതാ വെളുത്തുള്ളി കട്ട് ചെയ്താണ്. വെളുത്തുള്ളിയുടെ ഒരു ഉണ്ട കംപ്ലീറ്റ് അത് 2ആയിട്ട് കട്ട് ചെയ്തു, അത് നമ്മളിത് സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ ഫ്രഷ് റോസ്മേരി, കുറച്ച് ഡ്രൈ റോസ്മേരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പെപ്പർ. ഇത് വേറെ ഒന്നും മാരിനേറ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഉപ്പൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. ഉപ്പ് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്യാൻ പോകണേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്യുള്ളൂ.
ഇതാ നമ്മുടെ സ്റ്റേക്കിൽ നിന്ന് ഫാറ്റൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. വൺ സൈഡ് ഓൾമോസ്റ്റ് 3 മിനിറ്റ്സ് ആവാറായി. കൃത്യം 3 മിനിറ്റിൽ നമ്മൾ തിരിച്ചിടുവേ. അപ്പോൾ അത് 3 മിനിറ്റായി. ഞാൻ മീഡിയം റയറായിട്ട് കുക്ക് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ രീതി എങ്ങനെയാണെന്നനുസരിച്ച് നിങ്ങൾക്ക് കുക്ക് ചെയ്തെടുക്കണമെങ്കിൽ കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് മീഡിയം റയർ ഇഷ്ടം, അതുകൊണ്ടാണ് 3 മിനിറ്റിൽ ഇത്. ആഹാ, ഒരു സൈഡ് അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ആ ജ്യൂസൊക്കെ ഇറങ്ങിയേക്കണ കണ്ട. ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തു. അടുത്തതും ഈ സ്റ്റേജിൽ നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബട്ടർ ഇതിൻ്റെ കൂടെ ഇരുന്ന് മെൽറ്റായി വരും. അതുപോലെ ഈ സൈഡിൽ നമുക്ക് ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം കുറച്ച് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സാൾട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സൈഡും 3 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ പ്ലേറ്റ് ചെയ്യാണ്. ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അപ്പോൾ പ്ലേറ്റിലോട്ട് നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള 2 സ്റ്റേക്ക് ഉണ്ട്. നമ്മുടെ സിർലോയിൻ സ്റ്റേക്ക് ഉണ്ട്, അത് കുക്ക് ചെയ്തെടുക്കാം. ഇതാ ഇത് സിർലോയിൻ സ്റ്റേക്ക്. ഇതിൽ നമുക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം, ക്രഷ്ഡ് പെപ്പർ. ഇത് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കേട്ടോ. നമ്മൾ ഉപ്പ്, കുരുമുളക്, വെളുത്തുള്ളി, റോസ്മേരി, പിന്നെ ബട്ടറിൻ്റെ ഫ്ലേവർ. അപ്പോൾ ഇതിനകത്ത് കിടന്നിട്ടാണ് ഇതിൻ്റെ ഒരു മാജിക്ക്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മുടെ സ്റ്റേക്ക് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതിൽ നിന്ന് ജ്യൂസൊക്കെ ഇറങ്ങി നമ്മൾ കുക്കായി വരുന്നുണ്ട്. നമ്മൾ ഫ്ലിപ്പ് ചെയ്യാനുണ്ട്. നമ്മുടെ സിർലോയിനെ നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കും കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ബാക്കി വരുന്ന ഇതിൻ്റെ ഈ മീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ജ്യൂസും ബട്ടറും എല്ലാം കൂടി വെച്ചിട്ട് നമ്മൾ ഇതിനകത്തൊരു സോസ് ഉണ്ടാക്കും. ആ സോസാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത സിർലോയിൻ സ്റ്റേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ഇതിലേക്ക് മാറ്റാം. റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇതാ സിർലോയിൻ സ്റ്റേക്ക്, ഇത് നമ്മുടെ റിബ് സ്റ്റേക്ക്. ഈ നേരം കൊണ്ട് നമുക്കത് റെസ്റ്റായി വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിനകത്ത് നല്ല ജ്യൂസൊക്കെ ഇറങ്ങിയിട്ട് കണ്ടോ, ജ്യൂസ് ഇറങ്ങി ബട്ടറും ഒക്കെ കൂടി. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു സോസ് അടിച്ചെടുക്കാം. ഇത് നല്ല ചൂടായിട്ടുള്ള പാനാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് സോയ സോസ്, നമ്മുടെ ഗാർലിക്കൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്, അതിനെ നമ്മൾ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങുമ്പോൾ സോസ് അടിപൊളിയായിരിക്കും കേട്ടോ. കണ്ടോ, അതെ സൂപ്പറായിട്ട്. നമ്മുടെ സോയ സോസിൽ ആവശ്യത്തിന് ഉപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ബീഫിൽ നിന്നുള്ള ഉപ്പ് എല്ലാം ഇറങ്ങിയതുകൊണ്ട് നമ്മുടെ ഗ്രേവിയിൽ ഉപ്പ് ചേർക്കണ്ട. നമുക്ക് ഫിനിഷ് ചെയ്യാൻ നേരത്തെ ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരല്പം കോൺ സ്റ്റാർച്ച് കൂടി വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ടൈറ്റ് ആയിട്ട് വരണു, അത്രേ ഉള്ളൂ, ഫിനിഷ്. അപ്പോൾ ഇത് നമ്മുടെ സോസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടൈറ്റ് ആയിട്ടുണ്ട് കണ്ടാതെ. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പും പുളിയൊക്കെ ബാലൻസ്ഡ് ആണെന്ന് നോക്കാം. ആ റെക്കോർഡായിക്കോട്ടെ. നോക്കാം. ഓ അടിപൊളി, സൂപ്പർ സാധനം. ഇവിടെ സിർലോയിൻ സ്റ്റേക്ക് നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം, ഇത് എങ്ങനെ ആയിട്ട് നോക്കാം. ഓക്കെ, റെസ്റ്റ് ആയിട്ടുണ്ട്, ആവശ്യത്തിന് റെസ്റ്റൊക്കെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ എങ്ങനെ കട്ട് ചെയ്യാം? അത് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. ഓക്കെ, ആ സൂപ്പർ. ദാ നല്ല കറക്റ്റ് മീഡിയം റെയറായിട്ട് വന്നിട്ടുണ്ട്. മിഡിൽ കണ്ടില്ല കളറൊക്കെ നല്ല പിങ്ക് കളറായിട്ട്. ഞാൻ അടുത്ത പീസ് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അത് നല്ല ജ്യൂസിയാണ് കണ്ടത്. ആഹാ സൂപ്പറായിട്ടുണ്ട്. കട്ട് ചെയ്ത പോർഷൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഇതാ നമുക്ക് ഗ്രേവി ഇല്ലാണ്ട് ഇത് എങ്ങനെയുണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മെൽറ്റായി പോണ പോലെ. ഔ സൂപ്പർ. ഇതാണ് റിബ് ഐ സ്റ്റേക്കിൻ്റെ വ്യത്യാസം. ഇപ്പോൾ മനസ്സിലായി.
ഭയങ്കര സോഫ്റ്റ്. ഞാൻ മുമ്പ് പല സ്റ്റേക്കും ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ചീപ്പായിട്ടുള്ള സ്റ്റേക്ക് മേടിക്കും. പക്ഷേ കുറച്ചുകൂടി ചൂവി കുറച്ചുകൂടി റബ്ബറിയൊക്കെയാണ്. പക്ഷേ അടിപൊളി, ഒന്നും പറയാനില്ല. ഒരു ചെറിയ പീസ് നമുക്ക് നമ്മുടെ സോസിലൊന്ന് മുക്കി കഴിച്ച് നോക്കാവേ. സൂപ്പർ സൂപ്പർ, ഒന്നും പറയില്ല, അടിപൊളി. മാഷ് പൊട്ടറ്റോട് കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കും, ഒന്നും നോക്കല്ല. നമ്മൾ സൂപ്പർ സോസ്, സൂപ്പർ സ്റ്റേക്ക്. നമുക്ക് സിർലോയിനും കൂടി ഒന്ന് നോക്കാം. ഏകദേശം 6 മിനിറ്റ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് ഇവിടെ നിന്നൊരു പീസ് എടുക്കാവേ. ഇതും കണ്ടതേ കുറച്ച് ഹാർഡാണെന്ന് തോന്നുന്നു സിർലോയിൻ. നമ്മൾ റിബൈ കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ടെൻഡറാണ്, ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ് പോകണ പോലെ. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നന്നായിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ, മീഡിയം റെയർ ആയിട്ട് നല്ല പിങ്കിഷ് കളർ സെൻറ്ററിൽ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതും ഒന്ന് നോക്കാം. റിബൈനെ വെച്ച് നോക്കുമ്പോൾ ഒരല്പം ഹാർഡാണ്, പക്ഷേ നല്ല വ്യത്യാസമുണ്ട്, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. റിബൈ ഒന്നും പറയാല്ല, അടിപൊളി, ഇങ്ങനെ മെൽറ്റായി പോണു. പക്ഷെ കുഴപ്പമില്ല, പക്ഷേ നല്ല ടേസ്റ്റാണ്. കമ്പയർ ചെയ്യുമ്പോൾ റിബൈ ആണ് സൂപ്പർ. നമുക്കൊരു പീസ് LG കൊടുത്തിട്ട് നോക്കാം. ആദ്യം സിർലോയിൻ കൊടുക്കാം LG. ആ സോസിൽ മുക്കിയിട്ട് നോക്കാം എങ്ങനെയുണ്ട് നോക്കാം. എങ്ങനെയുണ്ട്? നല്ല കുക്ക്ഡ് ആയിട്ടുണ്ട്. 3 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചു. ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് LG ഇതുപോലെ കുറച്ചുകൂടി സമയം കുക്ക് ചെയ്യുന്നു പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പം എങ്ങനെയുണ്ട്? നല്ല കുക്കായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആണ്. ഇത് സോഫ്റ്റ് അല്ലായിക്കൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആണ്, നല്ലോണം കുക്കായിട്ടുണ്ട്. ഓഫ് കോഴ്സ് സോസ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ഒന്നും പറയാനില്ല. ഇനിയും ഇതിൽ നിന്ന് ഒരു പീസ് എടുക്കുക, നമ്മുടെ റിബൈന്ന്. ഇതാണോ? അതിൽ നിന്ന് ഒരു പീസ് എടുത്തോ. നമ്മുടെ ബീഫ് സാധാരണ വേവില്ലേ, അതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മള് കുക്കറിൽ 3 മിനിറ്റ് 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ കുക്കാവുന്നുള്ള സംശയമാണ്. അതില്ല, എന്റെ സംശയം മാറി കിട്ടി. ആ സമയം മാറി കിട്ടി. ഞാൻ നോട്ടെ. എങ്ങനെയുണ്ട്? വ്യത്യാസമില്ലേ? വ്യത്യാസമുണ്ട്. ഈ രണ്ടാമത് കഴിച്ചത് റിബൈ, സോഫ്റ്റ് ആണ്. അതായത് റിബൈ നല്ല സോഫ്റ്റ് ആണ്, പഞ്ഞി പോലെ ഇങ്ങനെ അല്ലേ, പഞ്ഞി മിഠായ പോലെ അലന്തലന്ന് പോകണം. അതായത് നമ്മള് ബീഫ് വേവിക്കില്ലേ, വേവിച്ച് വേവ് കൂടി കഴിയുമ്പോൾ ഇങ്ങനെ അലന്തലന്ന് പോലെ, ആ ഒരു അവസ്ഥയില് അലന്തലന്ന് പോകും. അപ്പൊ ഈ സ്റ്റേക്ക് ഒക്കെ കഴിക്കാൻ പറ്റുമോ, ഈ 3 മിനിറ്റ് കൊണ്ട് കുക്കാവുന്നുള്ള സംശയമുള്ള ഒരു ധൈര്യമായിട്ട് കുക്ക് ചെയ്ത് കഴിച്ചോ. ഇത് കുക്ക് ചെയ്തോണ്ടിരുന്നപ്പോ ഇത് ഞാൻ ഇന്ന് കഴിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് ഇത് നിന്ന് കഴിച്ചോണ്ടിരിക്കണേ. അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പൊ അതെ, അടുത്തത് ഇവാൻ ടേസ്റ്റ് ചെയ്യാൻ പോണേ. ഇവാനെ, മുമ്പ് സ്റ്റേക്ക് കഴിച്ചിട്ടില്ല ഇവാൻ? നമ്മൾ മുമ്പ് ഉണ്ടാക്കിയിട്ട് അതും ഇത് വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് കമ്പയർ ചെയ്യണം കേട്ടോ. എന്താ വ്യത്യാസം? എങ്ങനെയുണ്ട്? നല്ല സോഫ്റ്റ് ആണ്, പിന്നെ അത്രക്ക് ചൂവി അല്ല, അത്രക്ക്. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് നല്ലുണ്ട്. ഓക്കെ, ആ ഗ്രേവി എങ്ങനെയുണ്ട്? ഗ്രേവി അടിപൊളിയാണോ? ഗ്രേവി നല്ലതാ. ഇനി ഇഷാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. എങ്ങനെയുണ്ട് ഇഷാൻ? നല്ലതാണ്. ടേസ്റ്റ് ഉണ്ടോ? സ്പൈസി, നിനക്കാ സ്പൈസി, ഞങ്ങൾക്ക് ഒട്ടും സ്പൈസി അല്ല കേട്ടാ. അപ്പൊ നമ്മൾ പ്ലേറ്റ് ചെയ്തോണ്ടിരിക്കാണ് കേട്ടാ. നമ്മുടെ മാഷ് പൊട്ടറ്റോ ഇട്ടു, അതിനുശേഷം എന്ത് ബീഫ് സ്റ്റേക്ക്, അടിപൊളി. ഇതേതായിരുന്നു? സിർലോയിൻ, ഇത് നമ്മുടെ റിബൈ. സുന്ദരിയാക്കാൻ വേണ്ടിട്ട് അതെ, 2 റോസ്മേരിയുടെ 2 ചെറിയ തണ്ടും കൂടി വെച്ചു. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് കുറച്ച് ഗ്രേവി വയ്ക്കാം. നമ്മുടെ സോസ് ഇട്ട അടിപൊളി സോസ്. ഈ ബീഫ് നമുക്ക് തനിയും കഴിക്കാം, പക്ഷേ ഈ സോസും കൂടി കൂട്ടി കഴിയുമ്പോൾ വേറൊരു ടേസ്റ്റ് ആട്ടോ. സോസാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. ഇപ്പോൾ വീക്കെൻഡൊക്കെ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാനായിട്ട്
ഇതുപോലെ ഒരു സ്റ്റേക്ക് മേടിക്കുക, കുറച്ച് പൊട്ടറ്റോ മേടിക്കുക, മാഷ് പൊട്ടറ്റോ ഉണ്ടാക്കുക. വളരെ സിമ്പിളായിട്ട് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ, അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. കുക്കാവില്ല എന്നുള്ള ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഏജ്ഡ് ആയിട്ടുള്ള ബീഫ് സ്റ്റേക്ക് കേട്ടോ. നമ്മൾ ഇപ്പോൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉള്ള ബീഫിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കാര്യമില്ല. ബീഫ് ഏജ് ചെയ്ത് ബീഫ് സ്റ്റേക്കിന് വേണ്ടി വരുന്നത് ഇപ്പോൾ പല സൂപ്പർ മാർക്കറ്റിലും നാട്ടിലൊക്കെ അവൈലബിൾ ആണ് ബീഫ് സ്റ്റേക്കൊക്കെ. അപ്പോൾ കറക്റ്റായിട്ട് ഉള്ള ബീഫ് സ്റ്റേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് നല്ല സ്റ്റേക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.